യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. നന്ദിയോട് വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു പൽക്കാലം കൂടെ സ്തോത്രം ലഭി കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായ സ്തോത്രം. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രി നാം ആയിരുന്നിടത്തൊക്കെയും ദൈവം തൻ്റെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മെ മറച്ച് നമ്മെ കാത്തു നമ്മെ ഒളിപ്പിച്ചു നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയുസ്സ് തന്ന ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്താം. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മളെ തനിച്ചല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിലുടനീളം സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ലെന്ന് അറിയിച്ചത് കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുവാനായിട്ട് ഇടയത്തിലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും സ്തോത്രം. ഹല്ലേലൂയ. നാം തളർന്നു പോകാനിടയാകാതവണ്ണം നാം ഈ കരം പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ കരത്തിന് മുറുകെ പിടിച്ച് നാം യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നീ പകുതി വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എത്തിക്കേണ്ടടുത്ത് കാറ്റിനെയും കോണിനെയൊക്കെയും ശാന്തമാക്കിക്കൊണ്ട് കർത്താവ് എത്തിക്കേണ്ടടുത്ത് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ദൈവീക വാഗ്ദത്തമുള്ളവനെ നിങ്ങളെ ദൈവം സൂക്ഷിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഈ പകൽക്കാലം വലിയ പ്രൊട്ടക്ഷൻ കൈപ്പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ തിരുവചനത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അറിയാം, ദൈവിക പദ്ധതി ഉള്ളതിനെ അതേ ശത്രു പല രീതിയിൽ തകർക്കുവാൻ പദ്ധതിയിടും. പക്ഷേ ദൈവിക വാഗ്ദത്തമുള്ളതിനെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവിക വാഗ്ദത്തമുള്ള നിങ്ങളുടെ കുടുംബത്തെ സർവശക്തനായ ദൈവം സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവിക പദ്ധതിക്കായിട്ടുള്ള നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർത്ത് കളയുവാൻ, ഒരു നിയമത്തിനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ദൈവം വിട്ടുകൊടുക്കുകയില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ശത്രുമണ്ഡലം നിന്നെ തകർത്ത് കളയുവാനായിട്ട് പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിരൂപണങ്ങളെ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്നതായ ദൈവം നിന്നെ മറയ്ക്കേണ്ടടുത്ത് മറച്ചിരിക്കും. സ്തോത്രം. നിന്നെ കാക്കേണ്ടടുത്ത് ദൈവം കാത്തിരിക്കും. സ്തോത്രം. അത് താഴ്വരെ കൂടി നടന്നു പോയാലും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാതെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്നെ ചിറകിൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച് കർത്താവ് കാക്കുവാനായിട്ട് ഇടയത്തിരും. അതുകൊണ്ട് പ്രിയ ദൈവ ഇതിലെ വാഗ്ദത്തമുള്ള നിന്റെ മേൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. ദൈവം നിന്നെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. തിരുവചനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ ദൈവിക വാഗ്ദത്തം പ്രകാരം ഉള്ളതായിരുന്നു. അതേ സ്തോത്രം. സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനതയെ വിടുതലിനു വേണ്ടി ദൈവം കണ്ടിട്ടുള്ള ഒന്നായിരുന്നു മോശ എന്ന് പറയുന്നത്. എന്നാൽ മോശയുടെ ജനനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ചെയ്യുന്നു. മോശയെ കൊന്നുകളയുവാനായിട്ട് ഒരു പദ്ധതി ഇടുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. കുട്ടി ആണാക്കുന്നുവെങ്കിൽ അവരെയൊക്കെയും കൊന്നുകളയുവാനായിട്ട് പദ്ധതി ഇടുന്ന ഒരനുഭവമുണ്ട്. പക്ഷേ ആ മോശയുടെ ജനനത്തെ തടയുവാൻ അത് ഈ ലോകത്തിലെ ശക്തിക്ക് കഴിഞ്ഞില്ല. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ നിന്ന് പുറത്തു വരുന്നത് ദൈവിക വാഗ്ദത്തമുള്ളതെങ്കിൽ ആ ജനനത്തെ തടയാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. തക്ക സമയത്ത് അത് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നിന്ന് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ജനിച്ച ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
കൊണ്ട് കൊന്നുകളയുവാനായിട്ട്, നദിയിലേക്ക് ഒഴുക്കി വിട്ടുകളയുവാനായിട്ട് അവിടെ പദ്ധതി ഇടുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഏത് ആൺകുട്ടിയെ, കാരണം നമുക്കറിയാം ആ തിരുവചനത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ ജോസഫ് അറിയാത്ത മറ്റൊരു ഭരണം നിലവിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ വേദനിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആൺകുട്ടികളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ അവർക്കെതിരായി നിൽക്കുമെന്നുള്ള ഒരിത് വന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആൺകുട്ടികളൊക്കെ കൊന്നുകളയുവാനൊക്കെ പദ്ധതി ഇട്ടപ്പോൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശക്കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ രണ്ട് പദ്ധതിക്കകത്തുനിന്നും ദൈവം വിടുവിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂശയുടെ 3 ഘട്ടം കാണുവാനായിട്ട് സാധിക്കുന്നു. ഓരോ ഘട്ടത്തിലേക്ക് നോക്കിയാൽ മിസ്രൈമിൽ കൊട്ടാരത്തിൽ താമസിക്കുന്നു, മിദ്യാനിലായിരിക്കുന്നു, മരുഭൂമിയുടെ അനുഭവത്തിൽ ഉണ്ട്. ഈ 3 ഘട്ടത്തിലേക്ക്, 3ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എവിടെയാണ് അത്, എവിടെ നിന്നാണ് മോശയ്ക്കെതിരായിട്ട് നിയമം വന്നോ അവിടെ തന്നെ വളർത്തുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവപൈതലേ, ഈ പ്രഭാതത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എവിടെയാണ് നിനക്ക് പ്രതികൂലമുള്ള അവിടെ തന്നെ നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണ് നിന്നെ തീർത്തു കളയുമെന്ന് പദ്ധതി ഇടുന്നത് അവിടെ നിന്നെ ദൈവം പ്രൊട്ടക്ഷൻ ചെയ്യും. അതാ ദൈവത്തിന്റെ പദ്ധതി. എവിടെയെങ്കിലും ദൈവം കൊണ്ടുപോയി നിന്നെ മറക്കുകയല്ല ചെയ്യുന്നത്. അതേ സ്തോത്രം, ആ ഒരു കാലഘട്ടം വരെ ദൈവം അവിടെ എന്ത് ചെയ്യുന്നു, മറയ്ക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും നമുക്ക് മിസ്രൈമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു എബ്രായനെ കൊന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഓടി മറയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലും ആ 40 വർഷം മിദ്യാനിൽ പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. മിദ്യാന്റെ വാസം കഴിഞ്ഞ ശേഷം യഹോവയെ ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നു, മരുഭൂമിയിലെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് 4ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ മിസ്രൈമിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യത്തെ 4ാം അധ്യായം 19ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവ മിദ്യാനെ വെച്ച് മോശയുടെ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക, സ്തോത്രം, മടക്കിക്കൊണ്ടുവരുന്നു. അതെ, എവിടെയാണ് സ്തോത്രം നിന്ന് പ്രവർത്തിക്കേണ്ടത് അവിടെ പ്രതികൂലം നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിന് വേണ്ടി ദൈവം മറ്റൊരിടത്ത് മാറ്റിയിട്ട് വീണ്ടും ദൈവത്തിന്റെ ടൈമായി കഴിഞ്ഞപ്പോൾ മോശയെ ദൈവം മടക്കിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളിച്ചത്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് മോശയെ ദൈവം ഇസ്രായേൽ ജനതയുടെ നിലവിളി കേട്ടതായ ദൈവം, അവരുടെ സങ്കടത്തെ കണ്ടതായ ദൈവം എന്ത് ചെയ്യുന്നു, അവരെ വിടുവിക്കുവാനായിട്ട് ദൈവം മോശയെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്രകാരം ഒരു ദൈവിക പദ്ധതി കിടന്നപ്പോഴാണ് മോശയെ നശിപ്പിച്ച് കളയുവാനായിട്ട്, ഇവൻ ജീവിച്ചിരുന്ന, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാരമാണെന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ജനതയുടെ വിടുതൽ ഇവനെ കൂടെ നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ തകർക്കുവാൻ പദ്ധതിയിട്ടത്. ഇന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അതേ നിന്റെ വളർച്ച, നിന്റെ ജനനം, അതേ സ്തോത്രം, പലർക്കും ഭയം തട്ടുവാന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാനായിട്ട് വിട്ടുകൊടുക്കല. നിന്റെ ജീവനെ ഹാനി വരുത്തുവാൻ നോക്കുന്നവരെ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ എന്നേക്കും മാറ്റിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയ എല്ലാവരും മരിച്ചുപോയി എന്ന് അറിയിച്ചതു. അതുകൊണ്ട് എന്ത് ചെയ്യണം, മിദ്യാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാനായിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ നിന്ന് നമുക്ക് കാണുന്നു ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാനായിട്ടുള്ള നിയോഗം തന്റെ മേൽ കൈമാറി ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവവേദലേ സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തമുണ്ടോ? ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ, നിന്നെ വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. പുതിയ നിയമത്തിലെ
ലോകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അതേ സ്തോത്രം ഹല്ലേലൂയ ജനിക്കുന്ന ആ യേശു കർത്താവിനെ നമുക്ക് കാണുന്നു. ആ യേശു കർത്താവിന്റെ ജനനത്തിൽ എന്ത് ചെയ്യുന്നു? യേശു കർത്താവിനെ നശിപ്പിച്ചു കളയുവാനായിട്ട് അതേ പദ്ധതിയുമായിട്ട് കടന്നു വരുന്ന സാഹചര്യങ്ങൾ അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം അവിടെയും ദൈവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. സ്തോത്രം ഹല്ലേലൂയ. അതെ, ഒളിപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവിടേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിനെ അവനെ അന്വേഷിക്കുവാൻ പാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞിനെ കൊന്നു കളയുക, നശിപ്പിച്ചു കളയുക, പ്രാണന് ഹാനി വരുത്തുവാനായിട്ട് പദ്ധതി ഒരുക്കുമ്പോ പ്രിയ ദൈവം ഇതിലെ സ്തോത്രം, ദൈവിക വാക്തത്വമുള്ള നിനക്കെതിരായിട്ട് ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അതേ സ്തോത്ര ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിരൂപണങ്ങളെ ദൂരവേ നിന്ന് അറിയുന്ന ദൈവം, ഗ്രഹിക്കുന്നതായ ദൈവം നിനക്ക് വേണ്ട കരുതലുകൾ, നിനക്ക് വേണ്ട സുരക്ഷിതങ്ങൾ ദൈവം കൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര നിനക്ക് വേണ്ട ഇൻഫർമേഷനുകൾ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. നാം അതിനെ അതേ സ്തോത്ര അലക്ഷ്യമാക്കി കളയാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനകത്ത് ദൈവം നിന്നെ കാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം അവിടെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നു. അവിടെ ജോസഫ് അപ്രകാരം കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ എന്ത് ചെയ്യുന്നു? മിസ്രൈമിൽ താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും മിസ്രൈമിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നസ്രയത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്റെ 20-ാം വാക്യത്തിൽ കാണുന്നു, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. അതേ സ്തോത്രം അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ പ്രാണന് ഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് ഹല്ലേലൂയ. ഒരു കാലഘട്ടം വരെ, ഒരു കാലഘട്ടം ആരാണ് നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് അവരുടെ ഒരു കാലഘട്ടം തീരുന്നത് വരെയും ദൈവം മറയ്ക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് മിസ്രൈമിൽ അവിടെ നസ്രയത്ത് കടന്നു വന്നു തന്റെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം എന്തിനാണ് തന്റെ പിതാവായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതോ അതേ ദൗത്യത്തിലേക്ക് ദൈവം കയറ്റി വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചാൽ, നിന്റെ മേൽ ദൈവിക വാക്തത്വമുണ്ടോ? ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ സ്തോത്രം നിനക്കെതിരായി കടന്നു വന്നിരിക്കാം. നിന്നെ തകർത്ത് കളയുക, നിന്റെ ജീവനെതിരായുള്ള വെല്ലുവിളികൾ കടന്നു വന്നിരിക്കാം. നിന്റെ പ്രാണനെതിരായിട്ട് വെല്ലുവിളികൾ കടന്നു വന്നിരിക്കാം. നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴാ നിനക്കെതിരായ നിയമങ്ങൾ എഴുതി വച്ചെന്നിരിക്കാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെ സ്തോത്രം നിന്നെ മറയ്ക്കുന്ന, അതെ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ, നീ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. സ്തോത്ര ഹല്ലേലൂയ. അതേ പല പ്രശ്നങ്ങൾ നിന്റെ മേൽ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാ നിന്റെ മേൽ കടക്കുന്ന വാക്തത്വം വലുതാണെങ്കിൽ നീ ചിലതിൽ കൂടി കടന്നു പോകേണ്ടി വരും. പക്ഷേ നിന്റെ ജീവനോ പ്രാണന് ഹാനി വരാതോണ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മോശയെ ദൈവം കണ്ടിരുന്നു. ഇസ്രായേൽ ജനതയുടെ വിടുതലിനു വേണ്ടി ആ ഒരു വിടുതലിലേക്ക് ദൈവം തമ്മിൽ കരം പിടിച്ച് ഇറക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മുൻപന്തിയിൽ നിയോഗത്തോടെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവിനെ പിതാവായ ദൈവം മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു എങ്കിൽ അതേ ദൗത്യം നിറവേറ്റുവാൻ തന്റെ പുത്രനെ ദൈവം പ്രാപ്തനാക്കി നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതേ ചില ദൗത്യത്തോടു കൂടി, ചില ദൈവിക പദ്ധതിയോടു കൂടി ദൈവം നിന്നെ ഈ ലോകത്ത് നിർത്തിയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. അത് ഈ ലോകത്തിൽ ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഒരു നിയമത്തിന് നിന്നെ തകർക്കുവാൻ കഴിയില്ല. നിന്റെ തലമുറയെ തകർക്കുവാൻ പദ്ധതിയുമായി കടന്നു വരുമ്പോ നിനക്ക് വേണ്ടി രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ടിടയെത്തിരും, നിന്നോട് സംസാരിക്കുവാനായിട്ടിടയെത്തിരാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുവാൻ പദ്ധതി ഇടുമ്പോഴും സ്തോത്രം നിനക്ക് വേണ്ടിയുള്ള ദൈവിക നിയോഗങ്ങൾ നിന്നെ കൊണ്ട് ചെയ്ത് പൂർത്തി
പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി പദ്ധതി ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവിക വാഗ്ദത്തമുള്ള നിങ്ങളെ ദൈവം തന്റെ ഉള്ളംകരത്തിൽ വഹിക്കുവാനായിട്ടിടയത്തിൽ ഇതാ ഞാൻ നിന്റെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയൊക്കെ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നീ ദൈവത്തിന്റെ ഉള്ളംകരത്തിലാ. സ്തോത്ര ഹല്ലേലൂയ. ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും സ്തോത്രം നിന്നെ പിടിച്ചുകൊണ്ടു പോകുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാനായിട്ട് സ്തോത്ര ഹല്ലേലൂയ. നമുക്കറിയാം അതേ സ്തോത്രം, മോശയെ നൈൽ നദിയിൽ ഒഴുക്കി വിടുന്ന സാഹചര്യത്തില് അമ്മ മാറി നിന്ന്, സഹോദരി മാറി നോക്കിയ കുഞ്ഞനീൻ എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ അതേ ഒരു ദുഷ്ടൻ ചെന്തുവും തൊടാതെ വേണം ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ സ്തോത്രം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് സുരക്ഷിതമായി പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം ദൈവസ്ഥന് വിശ്വസ്തയോടെ ആയിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് പ്രിയ ദൈവ പൈതലേ സ്തോത്ര ഹല്ലേലൂയ, തക്ക സമയത്ത് ദൈവീയ വാഗ്ദത്തത്തിനായി, ദൈവീയ പദ്ധതിക്കായിട്ട് ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവിക വാഗ്ദത്തമുള്ള നിങ്ങളെ ദൈവം തന്റെ ഉള്ളംകരത്തിൽ വഹിക്കുവാനായിട്ട് ഇടയത്തിരും. ദൈവത്തിന്റെ നിയോഗത്തിനായിട്ട് ആ ടൈം വരെ ദൈവം തന്നെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവീയ വാഗ്ദത്തമുള്ളതിനെതിരായി പദ്ധതികളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൊണ്ടുവരുമ്പോഴും അതിന്റെ നടുവിൽ നിന്ന് ഒളിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര, അതിനകത്തുനിന്ന് പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരം കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൊ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് തന്റെ കുഞ്ഞുങ്ങളെ ദൈവം വിടുവിച്ച് കാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൊ ദൈവമേ സ്തോത്ര, ശത്രുവാകുന്നവരാരെയും തകർത്തു കളയുവാനിടയാകാതവണ ദൈവത്തിന്റെ പൂജബലത്താൽ അവിടുന്ന് താങ്ങി അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൊ ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഈ വചനാനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ എന്റെ സ്വർഗത്തിലെ ദൈവം വിടുവിക്കണമേ, കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.